ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ, അതൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾ വെക്കേഷന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസംബർ വെക്കേഷന് ഇവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ലീവ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയതാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലെ നാട്ടിലാണ് പോകാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസംബർ വെക്കേഷൻ ഞങ്ങൾ ഊട്ടിയിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഞങ്ങൾ കൊടൈക്കനാൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും ഒന്നും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാത്രിയിലത്തെ 9:40 മദ്രാസ് പാലക്കാട് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് പോയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവ്ഡ് സീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നേരത്തെ അങ്ങോട്ടേക്ക് പോയി നിന്നാലും പ്രശ്നമില്ലല്ലോ, ലേറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 9:40 ട്രെയിൻ വരുന്നത്, 9:40 ട്രെയിൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു 1 അവർ ബിഫോറെങ്കിലും നമ്മളെപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ വരാറുണ്ട് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഒരുപാട് ആ ഒരു ടൈം കണക്കാക്കിയിട്ട് അങ്ങനെ വരാറില്ല. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോകാറാണുള്ളത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. പക്ഷേ ഇത്തവണ ഒന്നും തന്നെ വെച്ചില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സമയം കിട്ടിയില്ല. പിന്നെ മാത്രമല്ല, ഹസ്ബൻഡും പറഞ്ഞു നമുക്കിനിപ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ, സെൻട്രൽ സ്റ്റേഷനകത്ത് തന്നെ ഈ മദ്രാസ് കോഫി ഹൗസിൻ്റെ തൊട്ട് മേലെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇഡ്ഡലിയാണ് മേടിച്ചത്. കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി, വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ പുറത്തുള്ള കടകളിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ലതായിട്ടാണ് തോന്നുന്നില്ല. പ്രാവശ്യവും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറാണ് ഉള്ളത്. ഹസ്ബൻഡ് വീട്ടിൽ ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഡെയിലി പോകുന്ന ട്രെയിനാണ്. എല്ലാ ദിവസവും രാത്രി 9:40 ഇവിടെ നിന്ന് എടുക്കും, ചെന്നൈയിൽ നിന്ന് എടുക്കും. രാവിലെ ഒരു 6 മണിക്കാണ് ഇത് ദിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. നമുക്കിപ്പോൾ കൊടൈക്കനാലല്ലേ പോവേണ്ടത്, അപ്പോൾ നമ്മൾ ദിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. നമ്മുടെ ട്രെയിന് കുറച്ച് ഒന്ന് നേരത്തെ തന്നെ രാവിലെ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ 3 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആമിയോട് ഉറങ്ങാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല കേട്ടോ. കുറച്ച് നേരം അവളിങ്ങനെ പടമൊക്കെ വരച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ഇതുപോലെ അവൾക്കുള്ള ഡ്രോയിങ് ബുക്കോ ഇങ്ങനെ കളറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കും. ഫോൺ അങ്ങനെ കൊടുക്കാറില്ല അവൾക്ക് അങ്ങനെ ഫോൺ കാണുന്നതും അത്ര താല്പര്യമില്ല. കുട്ടികൾക്ക് പൊതുവെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും അവരെ എൻഗേജ്ഡ് ആക്കി ഇരുത്താനായിട്ട്, ബോറടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കരുതുന്നത് നല്ലതായിരിക്കും. ഫോൺ ഒഴികെ എന്താണെങ്കിലും കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ട്രെയിനിലിരുന്ന് തന്നെ അവർ ചെയ്യിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയെന്ന് പറഞ്ഞില്ലേ, നമ്മളൊരു 5:30 ആയപ്പോഴത്തേനും എത്തി. 6 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. അപ്പോൾ ദിണ്ടിഗൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് ഡ്രൈവറിനെയും കൂടി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വ്ളോഗിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ രാവിലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവർ ദിണ്ടിഗൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ട് പുറകിലായിട്ട് കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ അന്ന് പിക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും ഹോട്ടൽ റൂമിലല്ല താമസിക്കുന്നത്. ഞങ്ങളൊരു വീടായിട്ടാണ് എടുത്തിട്ടുള്ളത്, ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഈ ഒരു ഭാഗത്തൊന്നും വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ കൊടൈക്കനാലൊക്കെ വരണം എന്നുള്ളത്. അപ്പോൾ വരുന്ന വഴിയിൽ 2 സൈഡിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്, മലനിരകളും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇവിടെ വന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരബദ്ധം പറ്റിയത്, ഈ ഒരു ഡിസംബർ മാസത്തിലല്ല ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഇത് ഭയങ്കര തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെക്കേഷൻ ഈ ഒരു ടൈമിലായതുകൊണ്ടാണ് വന്നത് ഇങ്ങോട്ട്. നമ്മളോട് ഡ്രൈവർ പറഞ്ഞത് ജൂൺ മാസത്തിലൊക്കെ വരാനാണ് പറഞ്ഞത്. ജൂൺ ഒരു 15 ശേഷം വരണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഒത്തിരി പൂക്കളൊക്കെ വിരിയുന്നൊരു സമയമാണത്രേ.
നല്ല ഭംഗിയാണ് ആ ഒരു സമയത്തൊക്കെ വരാനായിട്ട്. അങ്ങനെ വരുന്ന വഴിയിൽ ഞങ്ങളൊന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈഡൻ ഗാർഡൻ എന്ന് പറയും, ഇവിടുത്തെ ഒരു മെയിൻ ഒരു ടീ കോഫിയൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ വന്നിട്ടാണ് എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം വൃത്തിയുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു കട്ടൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറും ഹസ്ബൻഡും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ആറ് പോലെ ഉണ്ട്. അത് മൂലയാറിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഈഡൻ ഗാർഡൻ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൻ്റെ ഈ ഒരു പരിസരത്തിൽ തന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചായയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത്. രാവിലത്തെ ആ ഒരു തണുത്ത ക്ലൈമറ്റിൽ ഇവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഫ്രണ്ടിലത്തെ ആ ഒരു പുഴയും ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കട്ടൻ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹസ്ബൻഡും മോളും കൂടി പുറകിൽ അങ്ങനെ പാർക്കിലൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് അങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ഹോട്ടൽ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കി എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. ഞങ്ങൾക്ക് 10 മണിക്കാണ് ചെക്ക് ഇൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഹോട്ടലിൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് 6 മണി ആയപ്പോഴത്തേക്കും ദിണ്ടിഗലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാറിന് ഒരു 3-4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തില്ല, കാരണം മെയിൻ റോഡായ കാരണം കൊണ്ട് മോളെയും കൊണ്ടൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ മാത്രമാണ് എടുത്തത്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വലുതായിട്ട് അങ്ങോട്ട് തണുപ്പോ കാര്യങ്ങളൊന്നും തോന്നത്തില്ല കേട്ടോ. നല്ല ക്ലൈമറ്റാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതേ ക്ലൈമറ്റ് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ മേലോട്ട് കയറുമ്പോഴത്തേക്കാണ് പ്രശ്നം കൂടുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഊട്ടിയിൽ പോയപ്പോൾ ഊട്ടിയിലുള്ള ഒരു ക്ലൈമറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ കൊടൈക്കനാൽ. അപ്പോൾ ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കൊടൈക്കനാൽ പോകുന്ന സമയത്ത് അത്രത്തോളം ഹെയർ പിന്നൊന്നും ഇല്ല കേട്ടോ. ഒരു 2-3 എന്തോ ഹെയർ പിന്നാണ് ഉണ്ടെന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞത്. പിന്നെ കുറച്ച് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്കത് അങ്ങോട്ട് വലുതായിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. പിന്നെ എനിക്കും ആമിക്കും ഒന്നും വലിയ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഹസ്ബൻഡ് ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഊട്ടി പോയിട്ട് തിരികെ വന്ന സമയത്ത് ആമിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങോട്ട് പോയപ്പോഴും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ട്രാവൽ സിക്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പിന്നെ ഈ ഒരു തണുപ്പ് ഒരുപാട് അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തലവേദനയും മൈഗ്രെയിനും സൈനസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാമെന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡാമാണ്. അപ്പോൾ ഇത് മഞ്ചലാർ ഡാം വ്യൂ പോയിൻ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോടും ഡ്രൈവറിനോടും ഒക്കെ ഓരോ റൂട്ടും ചോദിച്ച് നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. മനസ്സിലാവും. പിന്നെ ഇതെന്ന് പറയുന്നത് തലയാർ വാട്ടർഫാൾസ് അല്ലെങ്കിൽ റാറ്റെയിൽ ഫാൾസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു തലയാർ വാട്ടർഫാൾസ് അല്ലെങ്കിൽ റാറ്റെയിൽ ഫാൾസ് എന്ന് പറയുന്നത് 297 മീറ്റർ ഉയരം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസിൽ ഒരെണ്ണമാണിത്. 6th പൊസിഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ നോക്കുമ്പോഴത്തേക്കും 267ാമത്തെ പൊസിഷനിലാണ് വരുന്നത് ഉയരത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഫാൾസാണിത്. നമുക്ക് സൂം ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നേരിട്ട് കാണാനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ്. വെള്ളം ഇങ്ങനെ കുത്തൊലിച്ച് വരുന്ന കാണാനായിട്ട് എന്ത് രസമാണല്ലേ. നമ്മൾ ശരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് പ്രകൃതിയിൽ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ്.
തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ട് പോർഷനിൽ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ് സൂപ്പറായിട്ട് കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ മഞ്ചലാർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പുറകിലോട്ട് പോയിട്ട് മഞ്ചലാർ ഡാം ഒന്ന് കാണാനായിട്ട് പോയതാണ്. നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ഒരു വ്യൂ പോയിൻ്റ്, ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു മഞ്ചലാർ ഡാം ഇരിക്കുന്നത്. എല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഡ്രൈവറിനെ കൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. പിന്നെ രാവിലെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ ഈ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് സൂക്ഷിക്കണം. കാരണം ഈ വലിയ വാനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ടായിരിക്കും വരുന്നത്. എന്നാലും നമ്മളൊന്ന് ഒതുങ്ങിയൊക്കെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം വരുന്നത്. ഡംഡം പാറൈ വ്യൂ എന്നാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിൻ്റ് പേര്. ഡംഡം പാറൈ വ്യൂ പോയിൻ്റ് എന്ന് പറയും. ഈ ക്ഷേത്രം ഇപ്പോൾ തുറന്നിട്ടില്ല. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുറക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ അതുവരെ നിൽക്കാനുള്ള ടൈമൊന്നുമില്ല, കുളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങോട്ടേക്ക് പോയി. ഇതേ കണ്ടോ, ഈ ഒരു പച്ച ഗേറ്റിനുള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു വാട്ടർഫാൾസും ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ് സൂപ്പറായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിപ്പോൾ ഓപ്പൺ ഇല്ലാത്ത കാരണം കൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയി. പോകുന്ന വഴിയിലൊക്കെ മൊത്തം ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഈ ഒരു റാറ്റെയിൽ വാട്ടർഫാൾസിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റാറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എലിവാലെന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ തലയാർ വാട്ടർഫാൾസ് എന്ന് പറയും. ഇത്രയും ദൂരത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇത്രയും ദൂരത്താണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസ് ഇരിക്കുന്നത്. ഞാൻ കുറേ അങ്ങോട്ട് സൂം ചെയ്താണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് അത്ര ക്ലിയറായിട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് മൂലയാർ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർഫാൾസ് കണ്ടു. ഇത് ശരിക്കും ഒരു വാട്ടർഫാൾസായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്. മൂലയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത്ര ഇത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് ആൾക്കാർക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. എന്തോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒന്നും ആരെയും കണ്ടില്ല. ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റുമില്ലെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങോട്ടേക്ക് വഴിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫാൾസാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് സെൽഫിയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 9-9:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാണല്ലേ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഫോട്ടോസോ വീഡിയോസോ ഒന്നും നേരെ ചൊവ്വ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഈ സ്കൂൾ കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ കരുതി വെയിറ്റ് ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് 1-2 ക്ലിപ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി. അങ്ങനെ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ആകെ അങ്ങോട്ട് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്നൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. മാത്രമല്ല അവർ ബജിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പാത്രമൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വോമിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര വൃത്തിയൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു സ്ഥലത്തുനിന്ന്. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ ഫുട്പാത്തിൽ നിന്ന് അങ്ങനെ വാങ്ങി കഴിക്കാറില്ല മാക്സിമം. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലല്ല കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഓണറുടെ വേറൊരു ലൊക്കേഷനിലാണ് പോയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയ നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് ആൾക്കാർ വെക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതൊരു ഞാൻ പറഞ്ഞല്ലോ ഹോം സ്റ്റേ പോലത്തെയാണ് വീടാണ്. ഓണറുടെ വീടിൻ്റെ തൊട്ട് മേലായിട്ടാണ് ഞങ്ങൾക്കുള്ള റൂം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങോട്ടേക്ക് മാറുന്നത് വരയ്ക്കും അവരുടെ വേറൊരു ലൊക്കേഷനിലുള്ള ഹോം സ്റ്റേയിലേക്ക് നമ്മളോട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ മറ്റേ റൂമിലേക്ക്, നമ്മുടെ മെയിൻ റൂമിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പടിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ റൂം കുറച്ചും കൂടി നല്ല തണുപ്പ് കുറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ പുറത്തെ കാഴ്ചകളും ബാക്കി
ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളിന്ന് പോയ സ്ഥലങ്ങളും ബാക്കി നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.